വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന വാക്യത്തിലൂടെ കേരളീയരെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ PN പണിക്കരുടെ ഓർമ്മദിനമാണ് വായനാ ദിനം. കാലം ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് വിനോദ് പൂവക്കോട് എഴുതിയ കാട്ടുപൂ എന്ന കവിതയിലെ ഏതാനും വരികളാണ്. ചിതറി തെറിക്കുന്ന ചിന്തകളിലെ നിന്റെ ഈ പുഞ്ചിരി കൊണ്ടു മാത്രം മഴവില്ലു പോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു. Learning gives creativity is to thinking. Thinking provides knowledge makes you great by Dr. APJ Abdul Kalam. നമസ്കാരം. ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത് രാമായണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. രാമായണം രചിച്ചതാര്? ശരി ഉത്തരം വാൽമീകി. രാമായണം കിളിപ്പാട്ട് എഴുതിയതാര്? ശരി ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. രാമായണം എത്ര കാണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ശരി ഉത്തരം 7. I am studying UKG A1. I plan എൻ്റെ പേര് നവമി AF. ഞാൻ പഠിക്കുന്നത് UKG A1. അമ്പേമാമൻ ഊരെല്ലാം ചുറ്റി വരാം. എന്നോട് എന്തെല്ലാം ഉള്ളതെന്നോ ഏതോ പൂവെല്ലാം ഏതെല്ലാം പൂവെല്ലാം ആദ്യമായിട്ട് നമ്മുടെ LKG A2-ൽ പഠിക്കുന്ന പ്രദക്ഷിണ UKG A2 അവർ അമ്മയ്ക്ക് തെറ്റിപ്പോയതാ LKG A2 എഴുതിയത് കേട്ടോ. പ്രദക്ഷിണയും പ്രതീക്ഷയും 2 ഇരട്ട കുഞ്ഞുങ്ങൾ. 2 പേർക്കും ഒരു നല്ല ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അടുത്തതായിട്ട് 1 C-യിലെ ഭാഗ്യലക്ഷ്മി. അപ്പൊ ഈ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ അടുത്ത ആള് പവിന വി പിള്ളൈ 3B. അപ്പം ഈ മോളുടെ ബർത്ത്ഡേ ആണ്. ഒരു ഹാപ്പി ബർത്ത്ഡേ. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരത്തിലെ ഒരു പ്രഭാതം. സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടി പതിവ് പോലെ സ്കൂളിൽ പോകുവാൻ തയ്യാറെടുക്കുന്ന സമയം. ആ സമയം അന്ധമായ ഒരു വെളുത്ത വെളിച്ചം നഗരത്തിലൂടെ മിന്നി വളർന്നു. ഉടൻ തന്നെ ഒരു വൻ ശബ്ദത്തോടു കൂടി നഗരത്തിലുടനീളം തീ പടർന്നു. ആകാശത്ത് നിന്ന് കറുത്ത മഴ പെയ്യുവാൻ തുടങ്ങി. സൂര്യതുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ആ നഗരത്തെ ഉടനടി വിഴുങ്ങി. എന്നാൽ സഡാക്കോ സസാക്കിയും അവളുടെ അമ്മയും അവളുടെ സഹോദരനും എങ്ങനെയൊക്കെയോ ആ തീയിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ ആ രക്ഷപ്പെടൽ അവൾക്ക് അധികകാലം അവളുടെ വിധിയിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞില്ല. അണുബോംബ് രോഗം എന്നറിയപ്പെടുന്ന ബ്ലഡ് ക്യാൻസർ ഏറെ വൈകാതെ അവളെ പിടികൂടി. 1000 പേപ്പർ കൊണ്ടുള്ള കൊക്കുകളെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം സബലീകരിക്കും എന്നൊരു വിശ്വാസം അന്നത്തെ കാലത്ത് ജപ്പാനിൽ നിലനിന്നിരുന്നു. സഡാക്കോ സസാക്കിയും ശുഭാപ്തി വിശ്വാസമുള്ള ഒരു
അവളും 1000 പേപ്പർ കൊണ്ടുള്ള കൊക്കുകളെ ഉണ്ടാക്കുവാൻ തുടങ്ങി, തൻ്റെ ആയുസ് നീട്ടിക്കിട്ടണേ എന്ന ആഗ്രഹം സബലീകരിക്കാൻ. 1000 പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കി പൂർത്തിയാകുന്ന ദിവസം നിർഭാഗ്യവശാൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. സഡാക്കോ സസാക്കി അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനെടുക്കുകയും അതിലും ഇരട്ടി ആളുകൾ പല പല രോഗങ്ങളാൽ ഇന്നും ദുരിത ജീവിതം നയിച്ച് ജപ്പാനിൽ കഴിയുന്നതിന് കാരണമായത് 1945 ഓഗസ്റ്റ് 6-ന് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണമാണ്. 1945-ലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്താനുള്ള അവസാന മാർഗമായിട്ടായിരുന്നു ലിറ്റിൽ ബോയ് എന്ന പേരുള്ള അണുബോംബ് അമേരിക്ക ജപ്പാന് മേലെ വർഷിച്ചത്. എന്നാൽ അമേരിക്കയുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ജപ്പാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങിയില്ല. അതുകൊണ്ട് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആഗസ്റ്റ് 9-ന് ജപ്പാൻ സിംഗിങ് എയർലാൻഡ് ബിഗ് ലെറ്റ് മീ റിസൈറ്റ് ദി പോം. Sweet and low, sweet and low, wind of the western sea. Low, low, breathe and blow, wind of the western sea. Over the rolling waters go, come from the dying moon and blow, blow him again to me. While my little one, my pretty one sleeps. Sleep and rest, sleep and rest,